നുണ പ്രചരിപ്പിച്ച് LDFനെ തകർക്കാൻ കഴിയുമോ എന്നാണ് രാഷ്ട്രീയ എതിരാളികളുടെ ചിന്തയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓരോ വീട്ടിലും കയറി നുണ പറയുകയാണ്. അതിലൊന്നാണ് SIRുമായി ബന്ധപ്പെട്ടുണ്ടായത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഏത് നീക്കവും ചെറുക്കാൻ രാജ്യത്ത് ആദ്യം മുന്നിട്ടിറങ്ങിയ സർക്കാരാണ് LDFൻ്റെതെന്നും പിണറായി പറഞ്ഞു. മമ്പുറത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ രംഗത്ത് എതിരാളികൾ നേരും നെറിയും ഉപേക്ഷിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നേരായ നിലയിൽ എതിർക്കാൻ കഴിയാതായപ്പോഴാണ് നുണ ബോധപൂർവം സൃഷ്ടിക്കുന്നത്. വീടുകളിൽ ചെന്ന് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. നുണ ശക്തമായി പറയണം. നുണ സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ പറയണമെന്ന ഗീബൽസിയൻ തന്ത്രം രാഷ്ട്രീയ എതിരാളികൾ പ്രയോഗിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മളെല്ലാവരും ഗീബൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗീബൽസിൻ്റെ സിദ്ധാന്തം നുണ ശക്തമായി പറയണം, സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ അവതരിപ്പിക്കണം. അത് ആവർത്തിച്ച് പറഞ്ഞാൽ ജനങ്ങളത് വിശ്വസിക്കും. ഇവിടെ ഗീബൽസിനെയും കടത്തിവെട്ടുന്ന രീതിയിലാണ് കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രവർത്തിച്ചു വരുന്നത്. യഥാർത്ഥ കാര്യം അറിയുന്നതുവരെ മാത്രമാണ് ഈ നുണയുടെ ആയുസ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ നുണയാണ് പ്രചരിപ്പിച്ചത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ നീക്കമാണോ SIR എന്ന ആശങ്ക പൊതുവെ ഉണ്ടായി. LDF ഇതിന് എതിരായ നിലപാടാണ് രാജ്യത്താകമാനം സ്വീകരിച്ചത്. കേരളത്തിലും സമാനമായ നില സ്വീകരിച്ചിട്ടുണ്ട്. SIRൽ LDFനെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. എന്നാൽ ചില പ്രത്യേക വീടുകൾ സന്ദർശിച്ച് SIR കൊണ്ടുവന്നത് LDF സർക്കാരാണെന്ന് പ്രചരിപ്പിച്ചു. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോഴും LDF അതിശക്തമായി അതിനെ എതിർത്തു. കേരളത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചു. ആ നിയമം ഇവിടെ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച സർക്കാരാണിത്. ഇങ്ങനെ നിലപാടെടുത്ത സർക്കാരിനെതിരെയാണ് നുണ പ്രചരിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ പൗരത്വ നിയമ ഭേദഗതിയെ അതിശക്തമായി എതിർത്തത് ഇടതുപക്ഷമാണ്. രാജ്യത്താകെ എതിർത്തത് ഇടതുപക്ഷമാണ്. കേരളത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ LDF അതിനെ എതിർത്തു. രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാന ഗവൺമെൻറ് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു ആ നിയമം ഇവിടെ നടപ്പാക്കില്ല എന്ന്. അത് കേരളത്തിലെ LDF ഗവൺമെൻറ്റായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ചിലർ ചോദിച്ചു, രാജ്യത്താകെ നടപ്പാക്കുന്നൊരു നിയമം എങ്ങനെ ഒരു സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാനാകും? അപ്പോൾ ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് വ്യക്തതയോടെ തലയുയർത്തി പറയാൻ കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞു. സംസ്ഥാനം എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് നേറ്റിവിറ്റി കാർഡ്. ഈ കാർഡ് കയ്യിൽ കിട്ടുമ്പോൾ കേരളത്തിന്റെ സന്തതിയാണ് ഇയാൾ എന്ന് ഉറപ്പിക്കുന്ന രേഖയാകും അത്. ഇതൊക്കെ ചെയ്തത് സംഘപരിവാർ അജണ്ടകളെ നേരിടുന്ന ഒരേ ഒരു സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ തന്നെയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഈ കേരളത്തിൻ്റെ സന്തതിയാണ് ഇയാളെന്ന് കാണിക്കുന്നതാണ്. ആർക്കും നിഷേധിക്കാനാവില്ല, ആർക്കും അത് തള്ളിപ്പറയാനാകില്ല. ആരുടെ മുന്നിലും ഇത് അവതരിപ്പിക്കാനാകും. ഞാൻ കേരളത്തിൻ്റെ സന്തതിയാണ്, കേരളം തന്ന ഔദ്യോഗിക രേഖയാണിത് എന്ന് പറയാനാകും. അങ്ങനെയെല്ലാം ചെയ്ത് സംഘപരിവാറിൻ്റെ പ്രത്യേക അജണ്ടകളെ നേരിടാൻ ശ്രമിക്കുന്ന ഒരേയൊരു ഗവൺമെൻറ് ഇന്ന് ഇന്ത്യയിൽ കേരളത്തിലെ LDF ഗവൺമെൻറ്റാണ്. നുണകൾ ഒരുപാട് ഇനിയും വന്നേക്കാം. LDF പ്രവർത്തകരും വീടുകളിൽ എത്തണം. അവരോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചാൽ ഈ നുണകളൊക്കെ പൊളിയും. അഴിമതി ഏറ്റവും കുറഞ്ഞ നാടായി കേരളം മാറിയത് LDF സർക്കാർ അധികാരത്തിൽ ഇരുന്നതുകൊണ്ടാണ്. അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കാനായിട്ടില്ല. പക്ഷേ ഉന്നതങ്ങളിലെ അഴിമതി തുടച്ചു നീക്കാനായിട്ടുണ്ട്. LDFന് മാത്രം കഴിയുന്ന കാര്യമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവും ഉണ്ടായിട്ടില്ല. LDF അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അത് സംഭവിച്ചത്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചാണ് ആ നേട്ടം കൈവരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
രാജ്യത്ത് ഇങ്ങനെ ഒരു സംസ്ഥാനം മാത്രമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 3 ലക്ഷം കോടിയുടെ നിക്ഷേപം മട്ടന്നൂരിൽ വരികയാണ്. LDF വീണ്ടും അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതകളാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മമ്പറത്ത് നടന്ന LDF കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൺവെൻഷൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ, SJD സംസ്ഥാന സെക്രട്ടറി PP ദിവാകരൻ, V പ്രകാശൻ, K ശശിധരൻ, U ബാബു ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.